പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ബദറുദ്ദീൻ പഴന്തോട്ടം. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ പോയി. അപ്പോൾ നമ്മൾ പഴയ സമയങ്ങളിലൊക്കെ പഴയ കാലത്ത് സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ പോകുമ്പോൾ ഉള്ള ഒരു കരുതലായിട്ട് മാത്രം ഇപ്പോൾ പോയാൽ പോരാ. പഴയ സ്റ്റാമ്പ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ പഴയ സ്റ്റാമ്പ് പേപ്പർ, കുറച്ച് മാസങ്ങൾ മുന്നേ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ അഡ്രസ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാമ്പ് പേപ്പറാണ് 78 കാലങ്ങളിലുണ്ടായിരുന്ന സ്റ്റാമ്പ് പേപ്പറാണ് ഇത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അതിൽ ഒരു മാസം മുമ്പുള്ള സ്റ്റാമ്പ് പേപ്പറുകളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഈ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പുതിയ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നമുക്കിത് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടില്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയാണ്, പക്ഷേ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ പുതിയ ഇതൊക്കെ വരുമായിരിക്കും, അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് നമ്മൾ പഴയ സ്റ്റാമ്പ് പേപ്പർ മേടിച്ച സ്ഥലത്ത് പോയി ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, നല്ല ക്യൂ ആണ്. ക്യൂ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് അവരാ നോക്കി കറക്റ്റ് എഴുതി നമുക്ക് തരുമായിരുന്നു. ഇപ്പം നമ്മളവിടെ ചെല്ലാൻ നേരത്ത് മൊബൈൽ നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം, അതുപോലെ തന്നെ അഡ്രസ്സ്. ഇപ്പോൾ ഇത് ഞാനൊരു ഇതാണ് നമ്മുടെ കാണാമെന്ന് കരുതുന്ന പുതിയ സ്റ്റാമ്പ് പേപ്പർ. ഇപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പർ എൻ്റെ ഒരു വാടക ചീട്ട് എഴുതാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി അത് കറക്റ്റായിട്ട് വേണം. ഫസ്റ്റ് പാർട്ടി ആരാണോ അവരുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് വേണം, സെക്കൻഡ് പാർട്ടി ആരാണോ അവരുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ കൊണ്ടുപോകണം. കാരണം ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്താൽ ശേഷമേ നമുക്ക് ഈ പേപ്പർ പ്രിൻ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ ഒരു സമയത്ത് ചുമ്മാ കൈവീശി പോയതുപോലെ പോയാൽ ചിലപ്പോൾ അഡ്രസ്സൊക്കെ വേറെ ആളുടേക്കാണെങ്കിൽ നമ്മൾ പിന്നെ രണ്ടാമത് വിളിച്ചു ചോദിക്കാനും അല്ലെങ്കിൽ തിരിച്ച് വന്ന് പിന്നെ ഒരു ദിവസം പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 1 മൊബൈൽ, 2 അഡ്രസ്സ്. അതേപോലെ തന്നെ ഇത്രയും സാധനങ്ങൾ ചെന്നാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കവിടെ തിരക്കനുസരിച്ച്, കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ ജനുവരിയും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എഗ്രിമെൻ്റൊക്കെ പുതുക്കണ സമയങ്ങളിലും വാടക ചീട്ടുകൾ പുതുക്കണ സമയങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ അഡ്രസ്സ്, ഫോണ് മസ്റ്റായിട്ട് കൊണ്ടുപോവുക. പിന്നെ